കിട്ടിയതെല്ലാം മാപ്പാപ്പയതെല്ലാം അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എൻ്റെ ഹൃദയത്തിലേക്ക് ദിവ്യകാരുണ്യനാഥൻ ആദ്യമായി കടന്നു വന്ന സമയമാണ്. നമുക്കറിയാം, ഈശോയുടെ ഒപ്പം വസിക്കാനായി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് ദിവ്യകാരുണ്യ സ്വീകരണം. മക്കളെ പ്രത്യേകമായിട്ട് ഒരുക്കുന്ന മാതാപിതാക്കളെയും അതുപോലെ മക്കളെ പ്രത്യേകം സമർപ്പിക്കാം. ഇതൊരു ആരംഭശൂരിത്വമാകരുത്. മാതാപിതാക്കളാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾ തുടർന്നും എല്ലാ ദിവസവും ദൈവവിജയിൽ സംബന്ധിക്കാനും ഈശോയെ സ്വീകരിക്കാൻ അനുവദിക്കണം. 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിപ്പിക്കാൻ, അത് പിന്നീട് കുറേ കൂടി കാലം കഴിഞ്ഞാൽ മിനിമം മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാൻ ഒക്കെ ശ്രദ്ധിക്കണം. ആർഭാടത്തിൻ്റെ ഒരു ഉദാശയില് ആഘോഷത്തിൻ്റെ ആത്മീയതയുടെ ഏറ്റവും നിറവിലുള്ള ശിശുവിനെ തന്നെ സ്വീകരിക്കുക, ദൈവത്തെ തന്നെ സ്വീകരിക്കുക. ഇത്തവണ ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് തന്നെയാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. എൻ്റെ ഭാഗത്ത് നിന്ന് കുറേ സമയം ഞാൻ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് ഒരു നല്ലൊരു കത്തരി അവരുടെ ഹൃദയത്തിലുണ്ട്. ഈശോയെ സ്വീകരിക്കാനായിട്ടുള്ള നല്ലൊരു ഒരുക്കം അവരെ മനസ്സിലവരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ തമ്പുരാന്റെ വലിയ അനുഗ്രഹത്താകാൻ അപേക്ഷിക്കാം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കൈകൾ കൂപ്പി, ഇന്നത്തെ 2ാമത്തെ പ്രോഗ്രാം എല്ലാവരും കൈകൾ കൂപ്പി ഈ മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ആത്മാർത്ഥമായിട്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6 51 മുതൽ 64 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു,
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മഞ്ഞ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തന്റെ ശിഷ്യന്മാർ പെറുപെറുക്കുന്നെന്ന് മനസ്സിലാക്കി യേശു അവരോട് കൽപ്പിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായ നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും അവൻ ആദ്യം മുതലേ അറിഞ്ഞിരുന്നു. സഹോദരന്മാരെ, ഇന്ന് ആദ്യകുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുമക്കൾ, ഇന്ന് ആദ്യകുർബാന സ്വീകരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമാണെന്ന് കുമ്പസാരിച്ചൊരുങ്ങി ആദ്യമായി അപ്പത്തിന്റെ രൂപത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ് മക്കൾ. ഈ ദിനം ഇവരുടേത് മാത്രമല്ല, നമുക്കൊക്കെ നമ്മൾ ആദ്യ കുർബാന സ്വീകരിച്ച ആ ദിവസം അതോർക്കാൻ എന്തുമാത്രം ഒരുക്കത്തോടെ, ആഗ്രഹത്തോടെ, ജീവിത വിശുദ്ധിയോടെയാണ് പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് എന്ന് ഓർക്കാനുള്ള ദിവസം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ദിനം പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുന്നു എന്നുള്ള വിശ്വാസത്തിന്റെ ഉറപ്പാർന്ന പ്രഖ്യാപനം കൂടിയാണ് ഇന്നേ ദിനം. അതിനോടുകൂടി വേണം ഇത് സ്വീകരിക്കാൻ എന്നുള്ള വിചാരം, അത് ആ വഴി കൂടെ നടന്ന് പള്ളിയിലേക്ക് വരുന്ന അത്രയും നേരം ആ വിചാരം മനസ്സിൽ വെച്ചിട്ട് വേണം പള്ളിയിലേക്ക് വരാൻ. പ്രിയമുള്ള മാതാപിതാക്കളെ, ഈ വിശ്വാസം മക്കളിൽ രൂപപ്പെടുത്തി കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. കുടുംബമാണ് വിശ്വാസത്തിന്റെ നഴ്സറി, വിശ്വാസത്തിന്റെ പരിശീലന കേന്ദ്രം. അത് ഒഴിഞ്ഞു മാറാൻ മാതാപിതാക്കൾക്ക് പറ്റില്ല. ഇതെങ്ങനെ പരിശീലനം കൊടുക്കുക? ഇത് കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ജീവിതത്തിലൂടെയാണ്. രോഗികളായി കിടക്കണ അപ്പാപ്പന്മാര്, അമ്മാമ്മമാർക്കൊക്കെ വിശുദ്ധ കുർബാന കൊണ്ടുകൊടുക്കാനായിട്ട് വിളിക്കും. അങ്ങനെ പോകുമ്പോൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, ഒക്കെ ഒരുക്കി വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ആ അമ്മാവിനെ കുളിപ്പിച്ച് ഒരുക്കി അവിടെ ഇരുത്തി ഒരു മേശ അവിടെ പിടിച്ചിട്ട് അതിന് 2 തിരികൾ വെച്ച് വെള്ളത്തുള്ളി വെച്ച് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയണം, ചെറിയ അമ്മാവിനെ നെനിപ്പിച്ചിരിക്കും, മുഖമൊന്ന് കഴിച്ചു കൊടുത്ത്, അച്ഛന് കുമ്പസാരം കേൾക്കാൻ അടുത്തിരിക്കേണ്ടതല്ലേ? ഈശോയെ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ, എവിടെ വെക്കുക, ഒരു 2 തിരി എത്തിച്ചു വെക്കുക, ഒരു ഒക്കെ പറയണം. ഇതൊന്നും പറയാതെ തന്നെ ആ വീട്ടിലെ ഒരുക്കങ്ങൾ നടക്കുമ്പോ ആ വീട്ടില് ഒരു കുഞ്ഞുമോള് ആ വീട്ടിലുണ്ടെങ്കിൽ അവര് അപ്പനോട് ചോദിക്കും, അപ്പ എന്തെത്രമാത്രം ഒരുക്കങ്ങള്, എന്തെന്ത് വിശേഷം? അപ്പൊ അപ്പനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, മണ്ണിന് ഈശോ വരില്ല നമ്മുടെ വീട്ടിലേക്ക്, നമ്മളൊക്കെ ഒരുങ്ങണം. വിശ്വാസ പരിശീലനമാണ്.
ആ വീട്ടിലെ കുഞ്ഞു മോള് വന്ന് അമ്മയോട് ചോദിക്കും, അമ്മാമ്മയ്ക്ക് ഈശോയെ കൊടുക്കാനല്ല അച്ഛൻ പറഞ്ഞേ, നമ്മളൊക്കെ ഇതിനെ പൊളിച്ച് നല്ല കുപ്പായം കെട്ടിയിരിക്കണേ. അപ്പൊ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, മോളെ നമ്മളൊക്കെ പൊളിച്ചു കൊടുക്കണം. നമ്മുടെ വീട്ടിലേക്ക് ഈശോ വരണേ, മോൾ 2 പൂ കുറച്ചുകൊണ്ട് വന്നേ, അതിവിടെ കൊണ്ടുവന്ന് വെച്ച് 2 തിരി മേടിച്ചുകൊണ്ട് വന്നേ, അതൊക്കെ കത്തിച്ചു വെച്ച് ഒഴിഞ്ഞിരിക്കണം. രാവിലെ 6:30 കുർബാനയ്ക്ക് അമ്മ നേരത്തെ എഴുന്നേറ്റ് പണികളൊക്കെ ഒതുക്കി വെച്ച് വേഗം ഒരുങ്ങി ഇറങ്ങി ഓടുകയാണ്. ആദ്യം കുർബാനയ്ക്ക് എത്തണം, സമയത്തിനെത്തണം. വീട്ടിലെ കുഞ്ഞു മക്കള് അവർ കിടക്കപ്പായിൽ കിടന്നിട്ട് അതിന്റെ കണ്ണുറന്നതൊക്കെ നമ്മളുണ്ട്. ആരും പറയാതെ തന്നെ ആ കുട്ടി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവം. അമ്മ ഓർമ്മയുണ്ടില്ലേ, ആദ്യം തന്നെ എത്തണം. അതിന്റെ സകലമായ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒന്നും കുട്ടിക്ക് മനസ്സിലാവില്ല. സർവശക്തനും പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ ഏകദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്തയുമാകുന്നുവെന്നും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനും വിശ്വസ്ത മക്കളായി ജീവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. തൈലാഭിഷേകത്തിലൂടെ ഈ മക്കൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ കൃപകളും ദാനങ്ങളും ഇവരിൽ ഉജ്ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഈ മക്കളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ മക്കൾക്ക് ഇടയാകട്ടെ. അങ്ങയുടെ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കുമായി ഇവർ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങേ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാതാപിതാക്കളുടെ സംരക്ഷണയിലാണ്, നടുവിലാണ്. 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുക.
അതിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥന മാതാപിതാക്കൾക്ക് ആത്മീയവും ഭൗതികവും മാനസികവുമായ ആരോഗ്യവും വിശുദ്ധിയും ആത്മീയതയും നൽകാവുന്നതാണ്. പിന്നെ 2 പ്രാർത്ഥനകൾ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളായിട്ട് മാറണം. എല്ലാ ഈ മാതാപിതാക്കളും മക്കളും മാത്രം എഴുന്നേറ്റ് നിൽക്കുക. കുറച്ച് പരിപാടികളുണ്ട്, മറ്റുള്ളവർക്ക് പ്രാർത്ഥന പറയുന്നതാണ് മതി. നിന്റെ അനുഗ്രഹദായകമായ പ്രത്യാഗമനം കാണുവാൻ ഇടയാകട്ടെ. നിന്നെ പരിശുദ്ധൻ എന്ന് പാടി പുകഴ്ത്തിയ നാവുകളെ സത്യം പറയുവാൻ സന്നദ്ധമാക്കണമേ. ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾക്ക് പ്രകാശത്തിന്റെ സ്ഥലത്ത് സഞ്ചരിക്കുവാൻ ഇടയാകട്ടെ. നിന്റെ സജീവമായ ശരീരം ഉൾക്കൊണ്ട ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യണമേ. നിന്നെ ആരാധിച്ച ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ എന്നും നിലനിൽക്കട്ടെ. നിനക്ക് സ്തുതികൾ സമർപ്പിക്കുവാൻ ആ സ്നേഹത്തിൽ ഞങ്ങൾ വളരുകയും ചെയ്യട്ടെ.